സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കും. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. 2026 മെയ് 17 1201 ഇടവം 4 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഒടുവിൽ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ, കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രി. പാറശാലയിൽ സഞ്ചാരികൾക്ക് വിശ്രമ മന്ദിരം ഒരുങ്ങുന്നു. നെയ്യാർ ഡാമിൽ സമ്മർ ഫെസ്റ്റ് വെള്ളിയാഴ്ച മുതൽ തുടങ്ങി. ഹിന്ദുവാകാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല, സുപ്രീം കോടതി. കരളിനെ കരുതൂ, ജീവിതത്തെ സംരക്ഷിക്കൂ, ഫാക്ടറി ലിവർ ക്ലിനിക്. വാർത്തകൾ വിശദമായി. ഒടുവിൽ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ, കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ. മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ അന്ന് തന്നെ നടത്താൻ ശ്രമം. തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലമെന്ന് 11ാം നാൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ചയാൾ കേരള മുഖ്യമന്ത്രിയാകുന്നത് ആദ്യം. VD സതീശൻ 2001 മുതൽ പറവൂർ MLA-യും 2021 മുതൽ പ്രതിപക്ഷ നേതാവുമായിരുന്നു. നെയ്യാർ ഡാമിൽ സമ്മർ ഫെസ്റ്റ് ഇന്നു മുതൽ. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർ ഡാമിൽ ജലസേചന വകുപ്പും കള്ളിക്കാട് പഞ്ചായത്തും ചേർന്ന് ഇന്നു മുതൽ മെയ് 31 നെയ്യാർ സമ്മർ ഫെസ്റ്റ് 2026 സംഘടിപ്പിക്കും. പെറ്റ് ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, മാമ്പഴമേള, ഗോസ്റ്റ് ഹൌസ്, വിവിധ കലാപരിപാടികൾ, IPL ക്രിക്കറ്റ് പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുവാകാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. ഹിന്ദുമതം ജീവിത രീതിയെന്നും സുപ്രീം കോടതി. സ്വന്തം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നത് പോലും ഒരാളുടെ വിശ്വാസം തെളിയിക്കാൻ മതിയായ കാര്യമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഭൂരിപക്ഷവാദത്തിന് ഭരണഘടനാവാദത്തെ മറികടക്കാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. കരളിനെ കരുതൂ, ജീവിതത്തെ സംരക്ഷിക്കൂ, ഫാക്ടറി ലിവർ ക്ലിനിക്. 21/5/2026 വ്യാഴാഴ്ച രാവിലെ 9 മുതൽ 1 വരെ. ക്ലിനിക്കിലെ സേവനങ്ങൾ: ഫൈബ്രോസ്കാൻ, ഇലാസ്റ്റോഗ്രഫി 70% ഡിസ്കൗണ്ടോടുകൂടി. ഫാസ്റ്റ് കൺസൾട്ടേഷൻ ഫ്രീ. ലാബ് ടെസ്റ്റുകൾക്ക് ആകർഷണ ഓഫറുകൾ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കൂ 7593989860 അല്ലെങ്കിൽ 9495472598. കൗതുക വാർത്തകൾ. ദൈവ ശുശ്രൂഷയ്ക്ക് കാർമ്മികരാക്കാൻ ഈ വനിതകൾ. CSI മലബാർ മഹാ ഇടവകയുടെ ചരിത്ര നിമിഷങ്ങളായിരുന്നു അത്. ഇടവകയിൽ ആദ്യമായി ദൈവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാനുള്ള അർഹത നേടുന്ന ദൈവിക പട്ടം അല്ലെങ്കിൽ പ്രസ്ബിറ്റർ ഓർഡിനേഷൻ ആദ്യമായി 2 വനിതകൾക്ക് നൽകി. തിരുവനന്തപുരം കണ്ണമൂല ഐക്യ ദൈവിക സെമിനാരിയിൽ അധ്യാപികയായ സജു മേരി എബ്രഹാം, കോഴിക്കോട് CSI ഇംഗ്ലീഷ് പള്ളിയിൽ സഹവികാരിയായി പ്രവർത്തിക്കുന്ന നിംഷി ഡേവിഡ് എന്നിവരാണ് ചരിത്രത്തിലേക്കും ഒപ്പം സുവിശേഷത്തിലേക്കും ചുവടുവെച്ചത്. കായികം. ഖത്തറിന്റെ സാധ്യതാ ടീമിൽ മലയാളി. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി അടുത്ത മാസം നടക്കാനിരുന്ന ലോകകപ്പ് ഫുട്ബോളിൽ ഒരു മലയാളി താരം. ചരിത്രം തിരുത്തുന്ന സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറച്ച് ലോകകപ്പിനുള്ള ഖത്തറിന്റെ 35 അംഗ സാധ്യതാ ടീമിൽ കണ്ണൂരുകാരൻ തക്സിൽ മുഹമ്മദ് സ്ഥാനം പിടിച്ചു. കണ്ണൂർ വളപ്പട്ടണം സ്വദേശി ജിംഷാദിന്റെ മകനായ തക്സിൽ മുഹമ്മദ് കഴിഞ്ഞ വർഷം നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ മത്സരങ്ങൾക്കുള്ള ഖത്തർ ടീമിലും ഉണ്ടായിരുന്നു. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രിവെന്റീവ് പോഡിയാട്രിക് സർജറികൾ എന്നതാണ്. അതായത് ഒരു പ്രമേഹ പാദരോഗം ഉള്ള വ്യക്തിക്ക്, വ്രണങ്ങൾ വരാൻ സാധ്യതയുള്ള വ്യക്തിക്ക് ആ വ്രണങ്ങൾ വരാതിരിക്കുവാനും ഉള്ള വ്രണങ്ങൾ വേഗത്തിൽ ഉണങ്ങുവാനും പല ശസ്ത്രക്രിയകളും നിലവിലുണ്ട്. പക്ഷേ ഒട്ടുമിക്ക പേർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ഞാൻ അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചും എന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാം. സർജിക്കൽ ഓഫ് ലോഡിംഗ് അല്ലെങ്കിൽ പ്രിവെന്റീവ് പോഡിയാട്രിക് സർജറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രമേഹ പാദരോഗമുള്ള വ്യക്തിക്ക് ഒരു ഭാഗത്ത് മുറിവ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് പ്രഷർ പോയിന്റ് നോക്കിയോ അവിടെ ഉണ്ടാകുന്ന കായ്പ് നോക്കിയോ ഒക്കെയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ബയോമെക്കാനിക്കൽ ചേഞ്ചസ്, അതായത് പാദത്തിൽ വെയിറ്റ് വരുന്നതിൻ്റെ അസംതുലിതാവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നതാണ് ഈ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചിലർക്ക് പെരുവിരലിൻ്റെ അടിവശത്ത് ഒരു മുറിവ് വരുന്നു. കാലിന് സ്പർശനശേഷി ഇല്ലാത്തത് കൊണ്ട് അയാൾ ആ മുറിവിൽ ചവിട്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ മുറിവ് എങ്ങനെ വരുന്നു എന്നുള്ളതല്ലേ, നമ്മൾ നടക്കുമ്പോൾ ഉപ്പൂറ്റി പൊക്കുന്ന സമയത്ത് വെയിറ്റ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മുടെ പെരുവിരലിൻ്റെ തുടക്കം ഉള്ള ഭാഗത്ത് വരുന്നു. പെരുവിരൽ വളരെ കൂളായി മുകളിലേക്ക് ചലിക്കുന്നത് കൊണ്ട് ആ വെയിറ്റ് ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നില്ല. അങ്ങനെ മുറിവില്ലാതെ പോകുന്നു. പക്ഷേ വർഷങ്ങളായി പ്രമേഹമുള്ള രോഗിയുടെ
പെരുവിരലും പാദവുമായിട്ടുള്ള സന്ധി സ്റ്റിഫ് ആകുമ്പോൾ പെരുവിരലിന് ഈ മുകളിലേക്കുള്ള ചലനം കുറയുന്നു. അപ്പോൾ ഉപ്പൂറ്റി പൊക്കുന്ന സമയത്ത് ഒരേ പോയിന്റിൽ പെരുവിരലിൻ്റെ അടിയിൽ വെയിറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ പുണ്ണാകുന്നു. പുണ്ണായി കഴിഞ്ഞാലും രോഗി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വേദനയില്ലാത്തത് കൊണ്ട് വീണ്ടും അവിടെ ചവിട്ടുകൊള്ളുന്നു, പുണ്ണ് വലുതാകുന്നു. അതിൽ ഇൻഫെക്ഷൻ വന്ന് പെരുവിരലോ പാദത്തിൻ്റെ കുറച്ച് ഭാഗമോ ഒക്കെ നീക്കം ചെയ്യേണ്ടി വരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇതുപോലെ പാദത്തിൻ്റെ പല ഭാഗത്തും പുണ്ണുകൾ വരാം. അതിൻ്റെ കാരണം മസിലുകളുടെ അസന്തുലിതമായ പ്രവർത്തനമാണ്. അപ്പോൾ അത് മാറ്റാനായി ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഈ സർജിക്കൽ ഓഫ്ലോഡിങ് അഥവാ പ്രിവെന്റീവ് പോഡിയാട്രിക് സർജറി. പെരുവിരലിനെ സംബന്ധിച്ചിടത്തോളം പെരുവിരലിൻ്റെ ഒരു എല്ലിൻ്റെ നീളം കുറയ്ക്കുകയാണെങ്കിൽ പെരുവിരലിന് സ്വതന്ത്രമായി മുകളിലോട്ട് നീങ്ങാൻ കഴിയും. അങ്ങനെ ആ പുണ്ണുണങ്ങുന്നു. ഇനി കാലിൻ്റെ മെയിൻ കാൽവണ്ണയിലെ മസിലുകളാണ്. അതെല്ലാം ഉപ്പൂറ്റിയിലാണ് വന്ന് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ പുള്ള് ചെയ്യുമ്പോൾ പാദത്തിൻ്റെ മുൻഭാഗത്ത് അടിവശത്തായി പുണ്ണുകൾ വരുന്നു. ഉപ്പൂറ്റിയിൽ ആവശ്യത്തിന് വെയിറ്റ് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിറകിലുള്ള അക്കിലീസ് ടെൻഡൻ എന്ന വലിയ മസിലിൻ്റെ അഗ്രഭാഗത്തിന് നീളം കൂട്ടിയാൽ ഈ പ്രശ്നം കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ പെരുവിരലിനെ അടുത്ത് പാദത്തിലെ ബോൾ ഓഫ് ബിഗ് ടോ എന്ന് പറയുന്ന പാദത്തിലെ ഒന്നാമത്തെ എല്ലിൻ്റെ അടിവശം പുണ്ണ് വരുന്നത് സാധാരണമാണ്. അതിനെ നമ്മൾ കാലിൻ്റെ കണ്ണിൻ്റെ വെളിവശത്തുള്ള കണ്ണിൻ്റെ അടിയിലുള്ള ടെൻഡൻ്റെ ശക്തി കുറയ്ക്കുന്ന ഓപ്പറേഷൻ ചെയ്ത് ആ പുണ്ണ് കരിക്കാൻ പറ്റും. ഇങ്ങനെ വളരെ ശസ്ത്രക്രിയകൾ പ്രതിരോധമായി ചെയ്യുകയും മുറിവുകളെ വരാതെ സൂക്ഷിക്കുകയും നിലവിലുള്ള വ്രണങ്ങളെ വേഗം ഉണക്കുകയും ചെയ്യാൻ കഴിയും. പ്രമേഹ പാദരോഗ ചികിത്സയിൽ പ്രമേഹ വ്രണ പ്രതിരോധ ശസ്ത്രക്രിയകൾ അഥവാ പോഡിയാട്രിക് സർജറീസ് ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വളരെ സാധാരണമായി ചെയ്തു തുടങ്ങിയാൽ മാത്രമേ ഒരുപാട് കാലുകളിൽ വ്രണങ്ങൾ വരാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ ഞാനൊരു പുതിയ മേഖലയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ വളരെയധികം സാധ്യതയുണ്ട്. നമ്മൾ വളരെ റെഗുലറായി ചെയ്യുകയും ഒരുപാട് കാലുകളെ മുറിവുകൾ ഉണക്കുകയും കാലുകളെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ശസ്ത്രക്രിയകളാണ് ഇവ. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന ഒ പി വിവരം: സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ 9 മുതൽ 12:30 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 4 മുതൽ 6 വരെ. സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അവിനാഷ് കൃഷ്ണൻ രാവിലെ 9 മുതൽ 12 വരെ, ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 047122019898 അല്ലെങ്കിൽ 047122025898. സരസ്വതി എഫ് എം കേൾക്കൂ, സമ്മാനം നേടും. ഇന്നത്തെ ചോദ്യം: ടെൻഡോ അക്കിലിസ് അഥവാ അക്കിലിസ് ടെൻഡൻ എന്ന് ആ പ്രധാനപ്പെട്ട ടെൻഡന് പേര് വരാൻ കാരണം എന്ത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.